ഹലോ, വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. ബാച്ചിലേഴ്സിനൊക്കെ വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണിത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ ഒരു പച്ചമുളക്, വെളുത്തുള്ളി 3-4 ഇഞ്ചി, പിന്നെ ഒരു കപ്പ് ഉള്ളി, അതായത് ഒരു 10-25 ഉള്ളി തൊലി കളഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇനി ഒരു പാനിൽ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ജീരകം പൊട്ടിക്കുക. കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല, ജീരകം പൊട്ടിക്കുന്നതായിരിക്കും നല്ലത്. പൊട്ടിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റുന്നിടം വരെ ഒന്ന് മിക്സ് ആക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി ആദ്യം മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, മുളക് പൊടിയും ചേർക്കാം. ഞാൻ പെപ്പർ പൊടിയാണ് ചേർത്തേക്കുന്നത്. അതാകുമ്പോൾ ഇച്ചിരിയും കൂടി നല്ല എരിവുണ്ടാകും. കുരുമുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സായി നല്ല ഡ്രൈ ആയിട്ടൊക്കെ വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് 100 ഗ്രാം ചിക്കൻ്റെ അളവിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മസാലയെല്ലാം ചിക്കനിൽ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും, എന്നാലും കുറച്ചും കൂടി വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ചൂടുള്ള വെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഈ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെക്കാം. ഇനി ഇത് ചെറിയ തീയിൽ വേണം ചെയ്യാനായിട്ട്. ചെറിയ തീയിൽ കിടന്ന് ഇത് വേവും. അടച്ച് വെച്ച് വേവിച്ച് ഒരു അരഭാഗം വെന്ത് കഴിയുമ്പോഴത്തേക്കും അടപ്പ് തുറന്നിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മസാല അല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് വെക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തായിരുന്നു. ഇത് ഇച്ചിരി ഗ്രേവി ആയിട്ടോ അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ലാസ്റ്റ് കുറച്ച് പുതിന ഇലയും കൂടി തൂവി അടച്ച് വെക്കുക. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു റീ നോക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്